സ്വാഗതം. ഞാൻ ശ്രുതി ശ്രീഹരി. ഇന്നത്തെ യുവതലമുറയുടെ മാറി വരുന്ന തൊഴിൽ സങ്കല്പങ്ങൾ ഈ വിഷയവുമായിട്ടാണ് ഇന്ന് മധുരിക്കും പഴമകൾ നിങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. എല്ലാ മാതാപിതാക്കൾക്കിടയിലും ഒരുപാട് സംശയങ്ങളുണ്ട്. തന്റെ മക്കൾ പഠനം പൂർത്തിയാക്കിയ ശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഇന്നത്തെ ട്രെൻഡിനനുസരിച്ച് ഏത് ജോലി ലഭിക്കണം, അതിനായി ഏത് കോളേജിൽ പഠിക്കണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില സംശയങ്ങൾക്ക് ഉത്തരം നൽകാനായി ഇന്ന് മധുരിക്കും പഴമകളിൽ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എത്തിയിട്ടുള്ളത്. ഡോക്ടർ VK സുശീൽ കുമാർ. ഏകദേശം 3 പതിറ്റാണ്ടിലേറെയായി അക്കാദമിക് മേഖലയിലും കോർപ്പറേറ്റ് മേഖലയിലും പരിചയ സമ്പത്തുള്ള ഒരു പ്രൊഫഷണലാണ് ഇദ്ദേഹം. ഇന്റർനാഷണൽ കരിയർ കോച്ച് കൂടിയായ ഇദ്ദേഹത്തെ വളരെയധികം ബഹുമാനത്തോടുകൂടി മധുരിക്കും പഴമകളിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ, മധുരിക്കും പഴമകളിലേക്ക് സ്വാഗതം. സർ, ഇപ്പൊ ഏത് കോളേജിലാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് പ്രേക്ഷകരായിട്ട് ഒന്ന് പങ്കുവയ്ക്കും. ഇപ്പോൾ CMS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് ഡയറക്ടർ പ്ലേസ്മെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇത് കോയമ്പത്തൂരിലാണ് ഉള്ളത്. സർ, ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, സാറിന് അറിയാലോ, ഇപ്പൊ പണ്ടൊക്കെ അച്ഛനമ്മമാര് അധ്യാപകരാണെങ്കിൽ മക്കളും അധ്യാപകരാകും, അല്ലെങ്കിൽ അച്ഛനമ്മമാര് ഡോക്ടറാണെങ്കിൽ മക്കളെ ഡോക്ടറാക്കും. അതെന്തോ അച്ഛനമ്മമാര് വന്ന വഴിയിലൂടെ തന്നെ മക്കള് വരണം എന്നുള്ളൊരു രീതിയായിരുന്നു പണ്ട്. പക്ഷെ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം ചെല്ലും തോറും പുതിയ പുതിയ ജോലികൾ നമ്മൾ കാണുകയാണ്. നമ്മളെന്നെ അറിയാത്ത പല പല ജോലികൾ വന്നു. അപ്പൊ ഇത്ര പെട്ടെന്ന് ഇത്രയും വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നു. ഇതിനെ കുറിച്ച് എന്താണ് സാറിന്റെ അഭിപ്രായം? യെസ്, പണ്ടൊക്കെ പാരൻസിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അതേ തന്നെ മക്കളും ജോലി ചെയ്യാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം വന്നിട്ട് മാറ്റങ്ങൾ വന്നു. കാരണം ടെക്നോളജി ഡെവലപ്പ് ആയി കഴിഞ്ഞു, എക്സ്പെക്റ്റേഷൻസ് കൂടി കഴിഞ്ഞു, കമ്പനീസിൻ്റെ എക്സ്പെക്റ്റേഷൻസ് കൂടി കഴിഞ്ഞു. അതിനനുസരിച്ചിട്ട് നമ്മൾ തയ്യാറാക്കണം, കുട്ടികൾ തയ്യാറാവണം, അതിനനുസരിച്ച് മനസ്ഥിതി കൊണ്ടുവരണം. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതുകൊണ്ടാണ് ലോട്ട് ഓഫ് ചേഞ്ചസ് ഹവ് കം. അതുകൊണ്ടും വളരെ ബെനിഫിറ്റാണ് സ്റ്റുഡൻസിന്, അതേപോലെ ഈവൻ കമ്പനീസിനും നല്ല ബെനിഫിറ്റാണ്. അതുപോലെ സർ, നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് കുട്ടികൾ ഉപരിപഠനത്തിനായാലും ജോലിക്കായാലും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതായത് കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി, അങ്ങനെയുള്ള ഒരുപാട് രാജ്യത്തേക്കുള്ള കുത്തൊഴുക്ക് തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണാറുണ്ട്. എന്താണ് അതിനെ പറ്റി സാറിന്റെ അഭിപ്രായം? ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് നല്ലോണം ആസ്പിറേഷൻസ് കൂടിയിരിക്കുകയാണ്. കാരണം അവർക്ക് എന്ത് പഠിച്ചാലും ശരി ഇതിനേക്കാളും കൂടുതൽ പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. രണ്ടാമത് വിദേശത്തിലേക്ക് പോയി ജോലി എടുക്കണം എന്നുള്ള താല്പര്യം. അപ്പോൾ വിദേശത്തേക്ക് ജോലി പോയി ചേരുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടുത്തെ സൗകര്യങ്ങളോ അല്ല അവിടുത്തെ സിറ്റുവേഷൻസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താ പറഞ്ഞാൽ പഠിത്തത്തിന് വേണ്ടി പോവുക, സ്റ്റഡി അബ്രോഡ് എന്നുള്ള കോൺസെപ്റ്റിൽ പോവുകയാണ്. പോയിട്ട് അവിടെ പഠിച്ചിട്ട്, ബിക്കോസ് അവിടെ പഠിപ്പ് വന്നിട്ട് 18 മാസമാണെങ്കിൽ അതിൽ വെറും 6 മന്ത്സേ ജോലി പഠിക്കുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ അവർ ജോലി എടുക്കുകയാണ്, പാർട്ട് ടൈമായിട്ട് ജോലി എടുക്കുക. അപ്പോൾ നല്ലോണം സമ്പാദിക്കാൻ പറ്റും. വാട്ട് എവർ ദേ ഹാവ് സ്പെൻഡ് ഇവിടുന്ന് പോയി ചിലവൊക്കെ അതിനെ കവർ ചെയ്യാനുള്ള ഇതാണ് നോക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഇവരിവിടെ പഠിച്ചത് വന്നിട്ട് പ്രാക്ടിക്കലല്ല, അവിടെ പ്രാക്ടിക്കലായിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് മിക്കവാറും കുട്ടികൾ അവിടേക്ക് പോകാനുള്ള പ്ലാൻ, പുറം രാജ്യത്തേക്ക് പോകാനുള്ള പ്ലാൻ. അതാണ് സർ ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ചോദിക്കുന്നത്. അതായത് കുറച്ചു കാലം മുന്നേ മുതൽ തന്നെ ഈ പുറം രാജ്യത്തേക്ക് പോകുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. പക്ഷെ അന്നൊക്കെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു വിമുഖത നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷെ ഇന്നത്തെ പാരന്റ്സ് എന്ന് പറഞ്ഞാൽ വളരെയധികം അഡ്വാൻസ്ഡ്. അവരായിട്ട് തന്നെ ശ്രമിക്കുകയാണ് കുട്ടികളെ പറഞ്ഞയക്കാൻ. അതെന്തായിരിക്കും അതിന്റെ കാരണം? അപ്പൊ നേരത്തെ പറഞ്ഞ റീസൺ തന്നെയാവും. യെസ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പണ്ട് വിമുക്തിണ്ടായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പേരൻസിനെ കുറിച്ച് പേടിയുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവർ തന്നെ ഫോർവേഡ് തിങ്കിങ് ആണ്. അത് കാരണം കൊണ്ട് അവർ മെയിനായിട്ട് ദേ ആർ റെഡി ടു ഇൻവെസ്റ്റ് ഓൺ ദെയർ ചൈൽഡ് വിത്ത് ദ ഹോപ്പ് ദാറ്റ് ദ ബോയ് ഓർ എ ഗേൾ നല്ലോണം വളർന്ന് വന്നിട്ട് നല്ലൊരു ഉന്നത സ്ഥായിൽ വരും. രണ്ടാമത്തെ കാര്യം എന്താ, പേരൻസിന് ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയില്ലെങ്കിലോ. പക്ഷേ ഫാക്ട് ഈസ് ദാറ്റ് ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് ലൈക്ക് എനിത്തിങ്. ഇന്ത്യയിൽ നല്ലോണം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് കഴിവ് വളർത്തിയെടുത്താലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇസ് ഇൻസിസ്റ്റിംഗ് ദാറ്റ്
പുറത്ത് പോകല്ലേ, ഇവിടെ ജോലി ചെയ്യൂ, ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ല. പണ്ട് അവന്യൂസ് കുറവായിരുന്നു, ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഗവൺമെൻറ് ഹാസ് ഓപ്പൺഡ് അപ്പ് ലോട്ട് ഓഫ് അവന്യൂസ് ഫോർ ദ സ്റ്റുഡൻസ്, ഫോർ ദ യങ്സ്റ്റേഴ്സ് ടു കം ആൻഡ് വർക്ക്, ടു സ്റ്റാർട്ട്. അവർ സ്വന്തമായിട്ട് തുടങ്ങാനുള്ള ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു, എന്തൂസിയാസം കൊടുക്കുന്നത്, എൻകറേജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പണ്ട് ഉണ്ടായിരുന്നില്ല. അതാണ് മെയിനായിട്ട് കാരണം. സർ, അതുപോലെ മറ്റൊരു ചോദ്യം, അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണെന്ന് തോന്നുന്നു. സർ പ്ലേസ്മെന്റ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ എനിക്ക് വന്നൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കമ്പനികളും കോളേജുകളിലേക്ക് പ്ലേസ്മെന്റിനായിട്ട് വരുമ്പോൾ അവർ കുട്ടികളുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്സിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതോ സ്കില്ലിനാണോ? രണ്ടുമുണ്ട്. ചില കമ്പനികൾ ദേ ആർ ഇൻസിസ്റ്റിംഗ് ഓൺ പെർസെൻറ്റേജ്, ചിലത് സ്കിൽസും. ആൻഡ് മിക്കവാറും സ്കിൽസ് വേണം. കാരണം എന്താ പറഞ്ഞാൽ, പഠിത്തം മാത്രം പോരാ, നിങ്ങളുടെ സ്കിൽസ് മാത്രം, നിങ്ങളുടെ പെർസെൻറ്റേജ് മാത്രം പോരാ, ഇതും വേണ്ടി വരും, സ്കിൽസ് വേണം. അതുകൊണ്ട് മിക്ക കമ്പനീസ് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, മാർക്സ് ഉണ്ടെങ്കിലും സ്കിൽസ് ഉണ്ടെങ്കിലും മാത്രമേ എടുക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ TCS വരുന്നത്, TCS ദേ ആർ എക്സ്പെക്ടിങ് സ്കിൽസ് അപ്പാർട്ട് ഫ്രം ദെയർ മാർക്സ്. സെയിം ഈസ് ദ കേസ് വിത്ത് വിപ്രോ, ഇൻഫോസിസ്, എല്ലാവരും. But product companies, they are insisting for marks, ബട്ട് അത് അവർ കെയർ എടുക്കുന്നില്ല. പക്ഷേ സ്കിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഡക്റ്റ് കമ്പനിയാണെന്ന് വെച്ചാൽ ദേ വാണ്ട് പൈത്തോൺ പ്രോഗ്രാമിംഗ് പഠിച്ചിരിക്കണം. അപ്പോൾ സാർ പൈത്തൺ പ്രോഗ്രാം പഠിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ അക്കാഡമിക്സിനല്ലേ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം? അല്ലല്ലോ. ബിക്കോസ് പൈത്തോൺ പ്രോഗ്രാമിംഗ് വന്നിട്ട് പഠിപ്പിക്കുന്നുണ്ട് എഞ്ചിനീയറിംഗ് കോളേജസിൽ, പക്ഷേ നോട്ട് ടു ദ ഫുള്ളസ്റ്റ് എക്സ്റ്റെൻറ്റ്. അപ്പോൾ കുട്ടികൾ വന്നിട്ട് എക്സ്ട്രാ പഠിക്കണം. അതിന് ഓൺലൈൻ കോഴ്സസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. താങ്ക്സ് ടു കോവിഡ് വന്ന ശേഷം എന്തായി പറഞ്ഞാൽ എല്ലാ ഓൺലൈൻ കോഴ്സസ്, അത് ചില ഓൺലൈൻ കോഴ്സസ് വന്നിട്ട് ഫ്രീ ആണ്, ചിലത് ഓൺ പെയ്ഡ് ആണ്. അങ്ങനത്തെ സമയത്ത് ദേ ക്യാൻ ഈസിലി ലേൺ ദ പ്രോഗ്രാമിംഗ്, മാസ്റ്റർ ഇറ്റ്. ദി പ്രോബ്ലം വിത്ത് ദ സ്റ്റുഡൻസ് ഈസ് ദാറ്റ് അവരത് മാസ്റ്റർ ചെയ്യുന്നില്ല. അതേമാതിരി ദേ ആർ സപ്പോസ് ടു പ്രാക്ടീസ് എ ലോട്ട്, അത് ചെയ്യുന്നില്ല. ഫാക്കൽറ്റീസും കൂടെ അത്ര ഇത് അനുസരിച്ചിട്ട് ടീച്ചിങ് ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഷെഡ്യൂൾ അങ്ങനെയാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന ഷെഡ്യൂൾ വന്നിട്ട് പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നല്ലാണ്ട് വെതർ കുട്ടികൾ പഠിച്ചോ ഇല്ലയോ എന്ന് നോക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം കുട്ടികൾ തന്നെ ഏറ്റെടുക്കണം. ബിക്കോസ് അവരുടെ കരിയറാണ്, അവരുടെ ഭാവി അവർ തന്നെ നോക്കണം. പഠിപ്പിക്കുന്നത് വന്നിട്ട് മാക്സിമം 70% പഠിപ്പിക്കുള്ളൂ, ഓർ 30% പഠിപ്പിക്കുള്ളൂ എന്ന് പറയാം. ഞാൻ പറയുന്നത് 30% പഠിക്കും, 70% നമ്മുടെ എഫർട്ടാണ്. That's the main thing. Sir, as a career coach, അടുത്തൊരു സംശയം ഞാൻ സാറിനോട് തന്നെ ചോദിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ എപ്പോഴാണ് ആ കുട്ടിക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ആ കുട്ടിയുടെ ഫ്യൂച്ചർ എവിടെ ആവണം എന്നുള്ളതൊന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുക? എൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടിയുടെ ഭാവി തീരുമാനിക്കുന്നത് 8ാം ക്ലാസ് തൊട്ടായിരിക്കണം. കാരണം മിക്ക കുട്ടികൾക്കും തോട്ട് പ്രോസസ്സ് തുടങ്ങും. അവരൊക്കെ ഒരു അഡോളസെൻ്റ് ഏജിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ആ സമയത്തായിരിക്കും അവരുടെ പ്ലാനിങ് ഉണ്ടാവുക. അത് ചെയ്യുന്ന സമയത്ത് ഒരു കരിയർ കോച്ചായിട്ട് നമ്മൾ ഇഫ് യു ആർ ഏബിൾ ടു ഗൈഡ്, അവരെ ഒന്ന് ഗൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വന്നിട്ട് വളരെ നല്ലതാണ്. പക്ഷേ അത് നടക്കുന്നില്ല കേരളത്തിലാവട്ടെ തമിഴ്നാട്ടിലാവട്ടെ. കാരണം സ്കൂൾസ്ക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ടാർഗറ്റ്സ് ഷെഡ്യൂളൊക്കെ ഉള്ള കാരണം കൊണ്ട് അവർ ഒരു കരിയർ കോച്ചെ ഇൻവൈറ്റ് ചെയ്തിട്ട് ശരി സാർ ഇതാ എൻ്റെ 8ാം ക്ലാസ് കുട്ടികളാണ്, ഇവർക്ക് നിങ്ങളൊന്ന് കരിയർ കോച്ച് ചെയ്യുമെന്ന് പറയാൻ ഉള്ള സമയം ഉണ്ടാവില്ല. എൻ്റെ കയ്യിൽ ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും പറഞ്ഞാൽ അവർക്കൊരു സൈക്കോമെട്രിക് ടെസ്റ്റ് മാതിരി നടത്തിയിട്ട് അവർ ഏത് ലൈനിൽ പോയാലാണ് അവർക്ക് നല്ല സക്സസ് ഉണ്ടാവുക എന്നൊരു 3 ഓപ്ഷൻസ് കൊടുക്കും. അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ കുട്ടിയുടെ ഭാവി നന്നായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഹൈദരാബാദിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഷീ ഹാസ് കംപ്ലീറ്റഡ് ഹർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആൻഡ് ഷീ കെയിം ടു ജോയിൻ MBA. ഞാൻ ചെന്നൈയിൽ ജോലി എടുക്കുന്ന സമയത്ത് അവിടെ വന്നപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കുട്ടിയുടെ റെസ്യൂംസ് എല്ലാം സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഷോക്കായി. എഞ്ചിനീയറിംഗിൽ 24 അരിയേഴ്സ് വെച്ചിരിക്കണം. ഞാൻ പറഞ്ഞു 24 അരിയേഴ്സോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചപ്പോൾ സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, എനിക്ക് തീരെ താല്പര്യമില്ല എഞ്ചിനീയറിങ്. ബൈ ഫോഴ്സ് ഞാൻ എഞ്ചിനീയറിങ്. ആരുടെ ഫോഴ്സ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേരൻസിൻ്റെ ഫോഴ്സാണ്. അവർ പറഞ്ഞു ഇല്ല നീ എഞ്ചിനീയറിങ് പഠിക്കണമെന്ന്.
അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചു, പക്ഷേ ഇങ്ങനെയാണ് ഞാൻ സ്കോർ ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഇത് പഠിക്കുന്നതോ ഈ MBA പഠിക്കുന്നത് ഇല്ല സാർ, അത് എൻ്റെ താല്പര്യം, എൻ്റെ അച്ഛൻ പറഞ്ഞു നിൻ്റെ താല്പര്യത്തിൽ നീ എടുത്തോളാം. ദെൻ ആർ യു ഷുവർ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ബി സക്സസ്ഫുൾ ഇൻ MBA എന്ന് ഞാൻ ചോദിച്ചപ്പോൾ യെസ് സാർ ഡെഫിനറ്റ്ലി പറഞ്ഞാൽ വിശ്വസിക്കില്ല. സെക്കൻഡ് ഇയറിൽ നല്ലൊരു കമ്പനിയിൽ പ്ലേസ് ചെയ്തു. ഐ ഡു നോട്ട് നോ വാട്ട് പൊസിഷൻ ഷീ ഈസ് നൗ. സ്റ്റാർട്ടിങ് സാലറി 7.5 lakhs പാക്കേജിലാണ് അന്നത്തെ കാലത്ത് ഞാൻ കൊടുത്തത്. സർ, ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ പ്രാധാന്യമുള്ളതാണല്ലോ നമ്മൾ ഏത് കമ്പനി സെലക്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു കുട്ടി ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കമ്പനി, നല്ല കമ്പനി സെലക്ട് ചെയ്ത് പോകാൻ പറ്റുക? ഇന്നത്തെ കാലത്ത് there are good number of companies that comes to പ്ലേസ്മെൻറ്റിലേക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലേക്ക് വരാൻ താല്പര്യമുള്ള കുറേ കമ്പനികളുണ്ട്. ബട്ട് എന്താ പറ്റുന്നത് വെച്ചാൽ കമ്പനീസ് ലൈക്ക് TCS, Infosys, Wipro, which are actually large മാസ് റിക്രൂട്ടിംഗ് കമ്പനീസ്, ഇവർ വരുമ്പോൾ കുട്ടികളെ എടുത്തിട്ട് എല്ലാവരെയും പിടിച്ച് ഇരുത്തിയിട്ട് അവരെ കൊണ്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കും. അത് വന്ന് 3-3.5 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നുള്ളൂ. ഈ ഒരു കുട്ടി എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് 10-12 ലക്ഷം കൊടുത്തിട്ടായിരിക്കും, പക്ഷെ ജോലി കിട്ടുന്നത് 3 ലക്ഷത്തിനോ 1.5 ലക്ഷത്തിനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ കുട്ടിയുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെ അവിടെ സീൽ ചെയ്യണം നമ്മൾ. ഒരു കുട്ടിക്ക് നല്ല താല്പര്യം ഉണ്ടാവും ഒരു ഡെവലപ്പർ ആവാനോ, ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആവാനോ, അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്പർ ആവാനോ, ടെസ്റ്റിംഗ് ചെയ്യാനോ ഉള്ള താല്പര്യം ഉണ്ടാവും. അങ്ങനത്തെ സമയത്ത് ദർ ആർ മെനി കമ്പനീസ് വിച്ച് ആർ റെഡി ടു കം ടു ക്യാമ്പസിലേക്ക് വരാൻ തയ്യാറാണ്. പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസ്. നമ്മൾ IT കമ്പനി എന്ന് പറയുന്ന സമയത്ത് വെറും സർവീസസ് അല്ല, റിയൽ പ്രോഡക്റ്റ് കമ്പനീസും ഉണ്ട്. അവർക്ക് വരുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ഈ കുട്ടികൾക്ക് ഇഫ് ദേ ആർ ഏബിൾ ടു എക്സിബിറ്റ് അവരുടെ കോഡിംഗ് സ്കിൽസ്, അവരുടെ ലൈഫ് മാറിപ്പോകും. they will get not less than 5.5 to anything. അതുകൊണ്ടാണ് കമ്പനീസ് ലൈക്ക് മൈക്രോസോഫ്റ്റ് ആവട്ടെ, ഗൂഗിൾ ആവട്ടെ നല്ല ഹൈ പേയിങ് ജോബ്സ്. ബിക്കോസ് അവർക്ക് വേണ്ടത് അങ്ങനത്തെ ഈ ബ്രില്യൻറ്റ് കുട്ടികളാണ്. അത് ഹൈ പേയിങ് ജോബ്സാണ്. ഫോർ എക്സാമ്പിൾ കമ്പനീസ് ലൈക്ക് മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ ഇവരൊക്കെ വരികയാണെങ്കിൽ അവർ 3rd ഇയറിൽ വന്നിട്ട് കുട്ടികളെ റിക്രൂട്ട് ചെയ്യും. എന്നിട്ട് they will be giving internship for 1 full year. And then they will be placed if they are good at their internship. I'll give one my own friend, my own relatives example. ഐശ്വര്യ എന്ന് പറഞ്ഞ പെൺകുട്ടി എൻ്റെ വലിയച്ഛൻ്റെ മോൻ്റെ മോളാണ്. അവൾ പഠിച്ചിരിക്കുന്നത് VIT-യിലാണ്. പഠിച്ചിട്ട് അവർ MTech ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സാണ് പഠിച്ചിരിക്കുന്നത്. ഇന്റേൺഷിപ്പ് വന്നിട്ട് VMware എന്ന് പറയുന്ന കമ്പനിയിലാണ് കിട്ടിയത്. അവർ കൊടുക്കുന്ന സമയത്ത് ഇന്റേൺഷിപ്പ് പീരീഡിൽ 1 lakh rupees സ്റ്റൈഫൻഡാണ് കൊടുത്തത്. Fortunately, it was after the COVID period. She was doing only work from home. But the problem with work from home is that രാത്രി 12 മണി ആയാലും ജോലി എടുത്തേ പറ്റൂ. അവിടെ ഒരു ടൈം റെസ്ട്രിക്ഷൻ ഇല്ല. സാരില്ല, ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം she got observed with 18 lakhs package into product development. അതുകൊണ്ട് ഒരു കുട്ടിക്ക് തോട്ട് പ്രോസസ്സ് വന്നിട്ട് അവരുടെ മൈൻഡിൽ ഉണ്ടാവണം, ഞാൻ സർവീസസ് കമ്പനിക്ക് പോവില്ല, വാട്ട് എവർ ബി ദി സർക്കംസ്റ്റാൻസസ്, ഐ വാണ്ട് ടു ഡു ഇറ്റ് ഓൺലി product development. There is a company in Coimbatore itself which is little bit away from city. നല്ല പ്രോഡക്റ്റ് കമ്പനിയാണ്, പക്ഷെ വളരെ റെയർ ആണ് ആ കുട്ടികൾ സെലക്ട് ആവുന്നത്. ബിക്കോസ് അവർ കോഡിങ് ഈസ് എ മസ്റ്റ്. ഇന്നത്തെ കാലത്ത് എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിൽ നിന്ന് കോഡിങ് ചെയ്യാൻ പറഞ്ഞാൽ you can say, I would rather say only 1 or 2% of the total strength in any college has the capability of doing coding. Because അവർ സ്വന്തമായിട്ട് താല്പര്യം ഉണ്ടാക്കുകയാണ്, അല്ലാണ്ട് not because the teachers or the faculty is teaching them. It's because they are having their own interest. അത് ആ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവരത് ചെയ്ത് താല്പര്യം കൊണ്ട് എനിക്ക് I want this company only എന്നുള്ള പ്ലാൻ ചെയ്യുന്നത്. അത് വന്നിട്ട് ചില കുട്ടികൾക്ക് നല്ല ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഐ അഡ്മയർ ദോസ് സ്റ്റുഡൻസ്. സാർ, ഇപ്പം ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ പല കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്നൊരു ചോദ്യമാണെന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു സെഞ്ച്വറിയിൽ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയായിരിക്കും? നല്ലൊരു ചോദ്യമായിരുന്നു. ഞാനത് ഐ ക്യാൻ ഡിവൈഡ് ദിസ് ഇൻ ടു 3 ഭാഗമായിട്ട്: ആർട്സ് ആൻഡ് സയൻസ്, എഞ്ചിനീയറിംഗ് ആൻഡ് MBA. ബിക്കോസ് ഞാനിത് 3 മേഖലയിൽ ഞാൻ കൈകാര്യം ചെയ്യുന്നതാണ്. ആർട്സ് ആൻഡ് സയൻസ് പറയുന്ന സമയത്ത്
ഒരു BCom കുട്ടികളാണെന്ന് വെച്ചാൽ ടാലിയോ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ വല്ലതും പഠിക്കുക, അവരുടെ സബ്ജക്റ്റിനനുസരിച്ച് പഠിച്ചിട്ട് കൊണ്ടുവരികയാണെന്ന് വെച്ചാൽ അത് വിൽ ബി ആൻ ആഡഡ് അഡ്വാൻറ്റേജ്. ഓക്കെ, ഇപ്പോൾ വന്നിട്ട് BCom എന്ന് പറയുമ്പോൾ പല ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിനോട് കൂടെ ടാലിയോ മെയിൻ ഇമ്പോർട്ടൻ്റ് വന്ന് MS ഓഫീസ് മാസ്റ്റർ ചെയ്യുക. മിക്ക കുട്ടികൾ എന്ത് അറിയോ, ഒരു വർക്കിംഗ് നോളജ് ഉണ്ടാക്കുന്നത് കണ്ട് അതിനെ നല്ലോണം എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അത് എക്സ്പ്ലോർ ചെയ്ത് നല്ലോണം നല്ല ഒരു ബേസ് കൊണ്ടുവന്നിട്ട് പെർഫെക്റ്റ് ആക്കുകയാണെന്ന് വെച്ചാൽ ദെൻ പ്രോബബ്ലി നല്ലൊരു ഫ്യൂച്ചർ കാണും ഫോർ ആർട്സ് ആൻഡ് സയൻസ്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു BSc ഫിസിക്സ് അല്ലെങ്കിൽ BSc കെമിസ്ട്രി, BA ഇംഗ്ലീഷ് ഇതൊക്കെ ചെയ്യുന്ന കുട്ടികൾക്കും ചിലപ്പോൾ മനസ്സിൽ സംശയം ഉണ്ടാവും, അവരുടെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. അതൊന്ന് വിശദീകരിക്കും. എൻ്റെ അഡ്വൈസ് ഫോർ അതർ ആർട്സ് ആൻഡ് സയൻസ് സ്റ്റുഡൻസ്, അതേഴ്സ് എല്ലാം വരും, എല്ലാം ഉൾക്കൊള്ളുന്ന. ഫോർ എക്സാമ്പിൾ സയൻസ് സ്റ്റുഡൻ്റ് ആവട്ടെ, ഒരു ആർട്സ് ആവട്ടെ, ഒരു മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് ആവട്ടെ, എന്ത് ഡിഗ്രി പഠിക്കണമെങ്കിൽ അവരുടെ ബെസ്റ്റ് എന്താ പറയുക, അവരുടെ നല്ലൊരു ഭാവി എന്താ പറയുക, ദേ ഗോ ഫോർ ഹയർ സ്റ്റഡീസ് റാദർ ദാൻ സ്റ്റോപ്പിംഗ് ദെയർ സ്റ്റഡി എക്സാം. അങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ BComകാർ MCom ചെയ്തോടെ ചെയ്തോട്ടെ, പക്ഷെ അവർ അഗെയിൻ ദേ വിൽ ലാൻഡ് അപ്പ് ഇൻ വൺ പ്ലേസ്. അവർ BCom പഠിച്ചാലും ഒരേ ജോബാണ് കിട്ടാൻ പോകണം, MCom പഠിച്ചാലും ഒരേ ജോബാണ്, അതിൽ വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷെ അതേ എഞ്ചിനീയറിംഗ് സയൻസ് സ്റ്റുഡൻസ് ഒക്കെ വെച്ചാൽ മറ്റ് സയൻസ് സ്റ്റുഡൻസ്, ബയോമെഡിക്കലോ മൈക്രോബയോളജി സ്റ്റുഡൻസ് ഒക്കെ അവർക്ക് ബെസ്റ്റ് എന്താ പറയുക, ഹയർ സ്റ്റഡീസ് പോകും, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം. പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ, ഫൈനാൻഷ്യൽ പൊസിഷനൊക്കെ ബെറ്റർ ആണെങ്കിൽ ലെറ്റ് ദം ഗോ ഫോർ PhD. ഇന്നത്തെ കാലത്ത് MPhil ആവശ്യമില്ല. ഫോർ ദം മൈ അഡ്വൈസ് ഈസ് ടു ലുക്ക് അറ്റ് ടീച്ചിങ് ആസ് എ പ്രൊഫഷൻ, ബിക്കോസ് ടീച്ചിങ് ഈസ് ദ ബെസ്റ്റ് പ്രൊഫഷൻ ഇൻ ദ വേൾഡ് ആസ് ഓൺ ഡേറ്റ്. സർ, ഇപ്പോൾ അതന്നെ അതിൽ സയൻറ്റിസ്റ്റ് ആവാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ പിന്നെ ഡോക്ടേഴ്സ് ഒക്കെ കോമൺ ആണ്, പണ്ട് മുതലേ നമ്മൾ കണ്ടുവരും ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെ. പക്ഷെ ഇവർക്ക് പുതിയതായിട്ട് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ ഇങ്ങിപ്പോൾ പറഞ്ഞല്ലോ ഡോക്ടറാണ്, അവർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ UG പഠിക്കേണ്ട ആവശ്യമില്ല, നേരെ +2 കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നീറ്റ് എഴുതുക. അവർക്ക് എഞ്ചിനീയറിംഗ് കളിച്ച് ഓട്ടോമാറ്റിക് എഞ്ചിനീയറിംഗ് പോവുകയാണ്. പക്ഷേ ആർട്സ് ആൻഡ് സയൻസ് അങ്ങനെയല്ലല്ലോ. +2 കഴിഞ്ഞ ഉടനെ അവരുടെ പ്രിഫേർഡ് കോഴ്സ് എടുക്കുകയാണ്. എടുത്ത ശേഷം പിന്നെ അത് ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ഇസ്രോയിലേക്ക് ജോലി ചെയ്യണമെന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അഡ്വൈസബിൾ ഈസ് ടേക്ക് അപ്പ് നാരോ ഡൗൺ യുവർ സബ്ജക്റ്റ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എയറോസ്പേസ്, അങ്ങനെയുള്ള സബ്ജക്റ്റിൽ ഇറങ്ങണം. അപ്പോൾ വെദർ BSc കൊണ്ട് പഠിച്ചിട്ട് അത് മതിയോ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, ദേ ഹാവ് ടു എക്സ്പ്ലോർ. ആ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം, ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്. സപ്പോസ് ഇഫ് എ സ്റ്റുഡൻറ്റ് ഈസ് തിങ്കിങ് ദാറ്റ് എനിക്ക് ഞാൻ ഇസ്രോയിൽ ചേർന്നുണ്ടെങ്കിൽ ഞാൻ പഠിക്കുന്ന പഠിത്തത്തിന് നെക്സ്റ്റ് കോഴ്സ് എന്താണെന്ന് അവൻ പ്ലാൻ ചെയ്യണം. അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം ഫസ്റ്റ് ഇയർ തൊട്ട്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഫാഗ് എൻഡിലല്ല ചെയ്യേണ്ടത്, അത് വന്ന് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ അത് പ്രാക്ടീസ്, അതിനുള്ള പ്രിപ്പറേഷൻ ഫസ്റ്റ് ഇയർ തൊട്ട് തുടങ്ങണം. ശരി, ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വന്നിട്ട് ഒരു കളിപ്പാട്ടമല്ല, കളിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കണ്ടിട്ട് അവരുടെ വയലവേ ചെയ്യാനുള്ള കോഴ്സല്ല. ഇത് വന്നിട്ട് കരിയർ ബിൽഡിംഗ് ആണ്. അപ്പോൾ കരിയർ ബിൽഡിംഗ് സമയത്ത് ഏത് സ്റ്റുഡൻറ്റ് വെൽ പ്ലാൻഡ് ആയിരിക്കണം. അതിന് വേണ്ടത് സീക്ക് മെൻറ്റേഴ്സ് അഡ്വൈസ്, കരിയർ കോച്ച്, ഞങ്ങളെമാതിരിയുള്ള കരിയർ കോച്ചിനടുത്ത് കോൺടാക്ട് ചെയ്യുക. പാരൻസ് ആർ വെൽ എഡ്യൂക്കേറ്റഡ്, അവരെടുത്ത് എക്സ്പ്ലോർ ചെയ്യുക ഐഡിയാസ് ഓർ ദെയർ ഓൺ. many students will have അവർ സ്വന്തമായിട്ടുള്ള ഫേവറേറ്റ് ടീച്ചേഴ്സ്, അവരെടുത്ത് ചോദിക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ അവർ അഡ്വൈസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ആ ടീച്ചർ വന്നിട്ട് ആ കുട്ടിയുടെ ഭാവി റൈറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് തൊട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സൈക്കോളജി എന്താണെന്ന് ടീച്ചർക്ക് നല്ലോണം മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും, അല്ല പറഞ്ഞു കൊടുക്കാൻ പറ്റും. ശരിയാണ് സർ, മോർ ദാൻ പാരന്റ്സ് ടീച്ചേഴ്സാണ് അവർക്ക് നല്ല, ബിക്കോസ് അവർ മോസ്റ്റ് ഓഫ് ദ ടൈം ടീച്ചേഴ്സാണ് സ്പെൻഡ് ചെയ്യുന്നത് കുട്ടികളുടെ കൂടെ. അപ്പോൾ അവർ വന്ന് നല്ലതാണ്. ഇത് ആർട്സ് ആൻഡ് സയൻസ്. അപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് പറയുന്ന സമയത്ത് അവരുടെ ലൈഫ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പറയാം, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ECE ഉണ്ട്, EEE ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന AIML, ഡാറ്റ അനാലിറ്റിക്സ് എന്നൊക്കെ പറയുന്നുണ്ട്.
ഒരു സ്റ്റുഡൻറ്റ് ഒരു പർട്ടിക്കുലർ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹീ ഓർ ഷീ ഡീവിയേറ്റ് ആവാൻ പാടില്ല. ആ പർട്ടിക്കുലർ കോഴ്സിൽ തന്നെ പോകണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവന്യൂസ് എന്ന് പറയുന്നത് വെച്ചാൽ ഇന്നത്തെ കാലത്ത് അവന്യൂസ് വന്ന് ഡാറ്റ അനാലിറ്റിക്സ് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. MI മെഷീൻ ലാംഗ്വേജ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആ പർട്ടിക്കുലർ കോഴ്സ് നല്ലോണം പഠിക്കുക, നല്ലോണം മാസ്റ്റർ ചെയ്യുക. അപ്പാർട്ട് ഫ്രം യുവർ എഡ്യൂക്കേഷൻ അത് നല്ലോണം മാസ്റ്റർ ചെയ്യുക. എന്നിട്ട് അങ്ങനത്തെ മാതിരിയുള്ള കമ്പനീസിലേക്ക് കോളേജ് ഇഫ് ദേ ആർ ഏബിൾ ടു ബ്രിങ് അത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലത്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ കുട്ടിക്കൊരു ഐഡിയ വരികയാണ്, ഞാൻ ഇനി ഹയർ പഠിക്കണം, ആ പർട്ടിക്കുലർ ലൈനിൽ തന്നെ ഞാൻ കുറച്ചും കൂടെ നാരോ ഡൗൺ ചെയ്തിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ M.Tech പോവുക. അപ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഈസ് അവൻ്റെ ലൈഫ് നന്നാവും. ദിസ് ഐ എം ടോക്കിംഗ് അബൌട്ട് കമ്പ്യൂട്ടർ സയൻസ് ആവട്ടെ, AI/ML ആവട്ടെ, ഡാറ്റ അനലിറ്റിക്സ്, ഏതെങ്കിലും സബ്ജക്റ്റ്. ഇപ്പോൾ ഈസി ആണ് ഇന്നത്തെ കാലത്ത് ഈസി കുട്ടികൾക്കും കമ്പ്യൂട്ടർ ബിക്കോസ് ഇപ്പോൾ എല്ലാ ബ്രാഞ്ചസിലും കമ്പ്യൂട്ടേഴ്സ് ഈസ് കമ്പൾസറി. ഇഫ് യു ടേക്ക് എൻ എക്സാമ്പിൾ, ഒരു മെക്കാനിക്കൽ സ്റ്റുഡൻറ്റ് ആ മെക്കാനിക്കൽ പഠിക്കുന്ന മെക്കാനിക്കൽ ബ്രാഞ്ച് ആ കുട്ടികൾക്ക് സാധാരണ മെക്കാനിക്കൽ എടുക്കുന്ന കാരണം എനിക്ക് കമ്പ്യൂട്ടേഴ്സ് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്. ആ ഒരു തോട്ട് പ്രോസസ്സാണ്. പക്ഷേ അവർക്ക് കമ്പ്യൂട്ടർ പഠിച്ചാൽ എന്താ ഗുണം പറഞ്ഞാൽ കമ്പനീസ് ലൈക്ക് ടാറ്റ മോട്ടോഴ്സ്, ഹുണ്ടായി, ഈ കമ്പനീസൊക്കെ ജോലി ചേരാനുള്ള ചാൻസസ്. ബിക്കോസ് ഇന്നത്തെ കാലത്ത് കാർസ് വന്നിട്ട് എല്ലാം ഓട്ടോമേഷനാണ്, AI ജനറേറ്റഡ് ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന് ടെസ്ല ഡ്രൈവർലെസ് കാർ വന്നു കഴിഞ്ഞു. അപ്പോൾ അത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പഠിച്ചവനോ മെക്കാനിക്കൽ പഠിച്ചവനോ വിത്ത് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ he will be on the top. Yes, he will excel. ഇപ്പോൾ MBA സ്റ്റുഡൻസിനെ നോക്കിയാൽ ഞാൻ അതിന് ഒരു 2-3 സെഗ്മെൻ്റായിട്ട് എടുക്കാം. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത് ഇത് 3 ഞാൻ പറയാൻ പോകുന്നത്. സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോബ്ലം ഇവിടെ സ്റ്റുഡൻസിനോടാണ്. അവർക്ക് സെയിൽസിനോട് താല്പര്യമേ ഇല്ല. കാരണം എന്താ പറഞ്ഞാൽ അവരുടെ തോട്ട് പ്രോസസ്സോ അല്ലെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്താ പറഞ്ഞാൽ മാർക്കറ്റിംഗ് ജോബ് കയറിയാൽ മതി. ഒരു കുട്ടിക്ക് അറിയാത്ത സംഗതി എന്താ പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനിയെ പറ്റിയിട്ട് അറിയാണ്ട് നിങ്ങൾ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യും? നിങ്ങൾ അതിന് കമ്പനിയെ പറ്റി അറിയണം, നിങ്ങൾ സെയിൽസ് ഇറങ്ങണം. നിങ്ങൾ ഇറങ്ങി ജോലി എടുത്താൽ അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ നുവാൻസസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ വന്നിട്ട് മാർക്കറ്റിംഗ് ഇസ് നത്തിങ് ബട്ട് സ്ട്രാറ്റജൈസിങ്, പ്രൈസിങ്ങും പൊസിഷനിങ് അതൊക്കെ നോക്കണ്ട. അത് അറിയണമെന്നുണ്ടെങ്കിൽ സെയിൽസ് ചെയ്യണം. പക്ഷെ മിക്കവാറും കുട്ടികൾക്ക് സെയിൽസ് വേണ്ട. അത് ബിക്കോസ് ഇന്നത്തെ കാലത്തെ പ്രസൻറ്റ് ഡേ സ്റ്റുഡൻസ് എങ്ങനെയാ പറഞ്ഞാൽ അവർക്ക് AC റൂമിൽ ഇരുന്ന് ജോലി എടുക്കണം. അവർക്ക് വന്നിട്ട് പുറത്തു പോകാൻ താല്പര്യമില്ല. അത് കാരണം എന്താ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നത് വന്നിട്ട് ഇൻറ്റേൺഷിപ്പ് തിരഞ്ഞെടുക്കുന്നത് വന്നിട്ട് അങ്ങനത്തെ ടൈപ്പിലാണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് വന്നിട്ട് ചെയ്യുന്ന ജോലി വേറെ, പ്രോജക്റ്റ് വേറെ, രണ്ടും വേറെയാണ്, റിലേറ്റഡേ അല്ല. അത് കാരണം കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ. ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ചെന്നൈയിലിരിക്കുന്ന സമയത്ത് എവ്രി ആൾട്ടർനേറ്റ് ഡേ സംബടി അതർ വീട്ടിലേക്ക് വരും. വീട്ടിൽ വന്നിട്ട് സാർ ഞങ്ങളൊരു മാർക്കറ്റിംഗ് ഒരു സെയിൽസ് ചെയ്യാനല്ല, ഞങ്ങളുടെ കയ്യിൽ ഇത് ബുക്സ് ഉണ്ട്, ഇത് നിങ്ങൾ മേടിക്കണം വെച്ചാൽ 1 ഫ്രീ, സെറ്റ് ഫ്രീ എന്ന് പറയും. അപ്പം ഞാനൊരു കൗതുകത്തോട് ഞാൻ കുട്ടികളോട് ചോദിച്ചു, മോളെ ഏത് യൂണിവേഴ്സിറ്റി? അപ്പോൾ അണ്ണാ യൂണിവേഴ്സിറ്റി. അപ്പോൾ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ മാൻഡേറ്ററി ആണ് ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ഹാസ് ടു ഡു സെയിൽസ് ഇൻറ്റേൺഷിപ്പ്. അതുകൊണ്ട് അവരുടെ ബെനിഫിറ്റ് എന്താ പറഞ്ഞാൽ കമ്പനീസ് ലൈക്ക് കൊക്കോകോള ആവട്ടെ, അങ്ങനത്തെ വലിയ വലിയ കമ്പനി 9 ലക്ഷം കൊടുക്കുന്നുണ്ട് അണ്ണാ യൂണിവേഴ്സിറ്റിക്ക്. വേറെ സാധാരണ കോളേജിലേക്കൊക്കെ 3 ലക്ഷത്തിനാണ് പോണത്. ഇപ്പോൾ ഫിനാൻസ് എടുക്കുകയാണെന്ന് വെച്ചാൽ കോർ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീസ് വളരെ റെയറാണ്. ബിക്കോസ് ഒരു MBA ഫിനാൻസ് പഠിക്കുന്ന പയ്യനെ വന്നിട്ട് ഞാൻ ഫിനാൻസ് മാനേജർ ആവണം എന്നൊരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. പക്ഷെ നടക്കില്ല. കാരണം there are students or there are people who have done chartered accountant, ICAA. അവർക്കാണ് പ്രിഫറൻസ് കൊടുക്കുക, MBA ഫിനാൻസിനല്ല. ബിക്കോസ് വാട്ട് യു ആർ ലേണിംഗ് ഈസ് വെരി ലിമിറ്റഡ് സബ്ജക്ട്സ്, very limited, and that too you are only learning theoretical, not practical.
അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ ICW ആയിട്ടോ അവരൊക്കെ നല്ല പ്രാക്ടിക്കൽ നോളജ് ഉള്ളവരാണ്. അപ്പോൾ അവരെയാണ് പ്രിഫർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണ്? യു ബിക്കം എ ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആവുന്ന സമയത്ത് യെസ് യു ക്യാൻ ഡു ദാറ്റ്. ബട്ട് അതിന് മാർക്സ് നോക്കുന്നുണ്ട്. 60%, 70%, 10th, 12th ഗ്രാജുവേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കുട്ടികൾക്ക് അതില്ലെങ്കിൽ വെച്ചോളൂ, അവിടെ ഒരു ഡ്രോബാക്കാണ്. അപ്പോൾ നെക്സ്റ്റ് അവൈലബിൾ ഓപ്പർച്യൂണിറ്റീസ് ഫിൻടെക് കമ്പനീസ്. ഫിൻടെക് കമ്പനി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിനാണ്. ദാറ്റ് മീൻസ് സെല്ലിംഗ് ഓഫ് ഫിനാൻഷ്യൽ പ്രോഡക്ട്സ്. ഇപ്പോൾ ബാങ്ക്സ് തന്നെ എടുത്തോളൂ. ബാങ്കിൽ പ്രൊഫഷണലി ഓഫീസറായിട്ട് ജോലിക്ക് ഇത് വരുന്നുണ്ട്, റിക്രൂട്ട്മെൻറ്റിന് വരുന്നുണ്ട്. അവരുടെ കമ്പൽസറി ഇതെന്താ അറിയുക, യു ഹാവ് ടു ഡു സെയിൽസ്. ഈ സെയിൽസ് എന്ന് പറയുന്നത് എന്താണ്? കസ ഓപ്പണിംഗ്, ദാറ്റ് മീൻസ് കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് ഓപ്പണിംഗ്, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഓർ ക്രെഡിറ്റ് കാർഡ് സെല്ലിംഗ്, മ്യൂച്വൽ ഫണ്ട് സെയിൽസ്, ലോൺസ്, പേഴ്സണൽ ലോൺ ആവട്ടെ, കാർ ലോൺ ആവട്ടെ, ഇതൊക്കെ ചെയ്യുന്നത്, ഹൗസിംഗ് ലോൺ ആവട്ടെ, ഇതൊക്കെയാണ്. അപ്പോൾ ഇത് പ്രൈവറ്റ് ബാങ്ക്സിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ സെഗ്മെൻറ്റഡ് ആണ്. ഐ വാണ്ട് ഫിനാൻസ് സ്റ്റുഡൻസ് ഓൺലി ഫോർ ഹോം ലോൺസ്. അപ്പോൾ അവർ ആ ഹോം ലോണാണ്. അപ്പോൾ അത് കാരണമുണ്ട് അതിലും കുട്ടികൾക്ക് താല്പര്യമില്ല. അവിടെയാണ് ഈ ഫെയിലിയർ ഇൻ ഗെറ്റിംഗ് പ്ലേസ്ഡ് ഒരു കോൺസെപ്റ്റ് അത് വരുന്നത്. അത് ഈ ഇടയ്ക്കായിട്ട് ഒരു 4-5 കൊല്ലമായിട്ട് നടക്കുന്ന സംഭവമാണ്. ബിക്കോസ് ആസ്പിറേഷൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുട്ടികൾ വൺസ് ദേ ഗോ ഔട്ട് ഓഫ് ദ കോളേജ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ദാറ്റ് ഐദർ ദേ ആർ ഡൂയിങ് ബാങ്കിങ് കോഴ്സ് പഠിക്കുക, അല്ലെങ്കിൽ വേറെ വല്ലതും പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് ജോലി, അല്ലെങ്കിൽ ഫോറിനിൽ ട്രൈ ചെയ്യുക. ഇങ്ങനെ ഒരു കമൻസാണ് കേൾക്കുന്നത്, വിച്ച് ഈസ് നോട്ട് റൈറ്റ്. അപ്പോൾ അവരുടെ പ്ലാനിങ് ശരിയല്ല. ഞാൻ കുട്ടികളുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങൾ പഠിക്കണം, സീരിയസ് ആയി പഠിക്കണം. MBA ഈസ് നോട്ട് എ ജോക്ക്. യു ആർ ഓൾ മൈ ഫ്യൂച്ചർ മാനേജേഴ്സ്. ഞാൻ ഇങ്ങനെ പറയും, യു ആർ ഓൾ മൈ ഫ്യൂച്ചർ മാനേജേഴ്സ്. സോ യു തിങ്ക് ദാറ്റ് യു ആർ എ മാനേജർ. ഐ വിൽ ഗിവ് ആൻ എക്സാമ്പിൾ ഹിയർ. ചെന്നൈയിലെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവർ പെണ്ണിൻ്റെ പേര് യശ്വി ഗോയങ്ക എന്നാണ്. ഷീ ഈസ് എ നോർത്ത് ഇന്ത്യൻ ബട്ട് സെറ്റിൽഡ് ഇൻ ചെന്നൈ. ഹർ clear statement was that I am not interested in high paying jobs. I am looking for a finance related company. So please place me in such companies where I can improve my financial capabilities, learnings എന്നുള്ള കാര്യം. ഓക്കെ ഫൈൻ. അപ്പം ഞാൻ എന്ത് ചെയ്യൊരു BNP പരിപാസിൽ ആ കുട്ടിയെ ചേർത്തി. ഓക്കെ, then now you will be surprised to know that she is a vice president of Barclays Bank. Similarly, Bavitra എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. Now she is a deputy director in Deloitte because they wanted to have a good ground about their subject. എന്നിട്ട് വേണം ഹൈ പേയിങ് ജോബ്സ് എല്ലാം അവർക്ക്. അങ്ങനത്തെ താല്പര്യമുള്ള കുട്ടികൾ വളരെ റെയറാണ്. യു ക്യാൻ സേ 0.01% ഓൺലി. That's the present day. പിന്നെ HR റിലേറ്റഡ് ജോബ്സ് വളരെ റെയറാണ്. ബിക്കോസ് ഒരു കമ്പനിക്ക് ഒരു HR മതി. ദേ ഡോണ്ട് റിക്വയർ മൺ. അപ്പോൾ HR അതിനുള്ള സബ്ജക്ട്സ് പഠിക്കുന്നുണ്ടോ? ഇല്ല. കമ്പനീസ് പ്രിഫർ MBA HR എന്ന് പറയും, പക്ഷെ മോർ പ്രിഫേർഡ് MSW ബിക്കോസ് അതിലാണ് കൂടുതൽ സബ്ജക്റ്റ് ഉള്ളത്. സോ ദീസ് ആർ ദ ഡ്രോബാക്സ് ദാറ്റ് ദ സ്റ്റുഡൻസ് ആർ ഫേസിങ്. our students are thought process തന്നെ അവരുടെ അങ്ങനത്തെയാണ്. അവർ വന്നിട്ട് മെയിൻ പ്രോബ്ലം വന്നാൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫാക്കൽറ്റി വിൽ ടീച്ച് ദം ടു ലുക്ക് ഫോർ മാർക്കറ്റിംഗ് ജോബ്സ്. ബട്ട് മാർക്കറ്റിംഗ് ജോബ്സ് ഇല്ല എന്നല്ല, പക്ഷെ മെജോറിറ്റി ആർ സെയിൽസ്. അപ്പോൾ അങ്ങനെ സെയിൽസിലേക്ക് ചേർന്നിട്ട് പിന്നെ അങ്ങനെ മാർക്കറ്റിംഗ് പൊക്കെയാണ്. ഐ വിൽ ഗിവ് another example where a HR from Reddington has clearly told in a pre-placement talk that I wanted those students who are ready to marry Reddington. That means they say it takes 1 year to get to know the company. So until then I am paying you the salary. From second year only I am expecting you returns. That means sales target. So then once you complete 2 years, you are already wedded to the company. You will never leave the organization. ദാറ്റ് ഈസ് അതാണ് വേണ്ടത്. എസ്പെഷ്യലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കയ്യിൽ അറ്റ്ലീസ്റ്റ് മിനിമം 2 to 3 years ഒരു കമ്പനിയിൽ ജോലി ചെയ്താലേ മറ്റുള്ള കമ്പനിയിലേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഒരു ജോബ് ഹോപ്പറായി മാറിയിരിക്കുകയാണ്.
അവർക്ക് 3 മാസം ഇരുന്നാൽ അത് വേറെ കമ്പനി ചാടണം. അത് ഹയർ ഒരു 5000 എക്സ്ട്രാ കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ചാടാനാണ് അവരുടെ തോട്ട് പ്രോസസ്സ്. സോറി ടു സേ, നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ കാര്യത്തിൽ. സർ, എനിക്ക് തോന്നുന്നു ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഓരോ കുട്ടിയുടെ മനസ്സിലും ഒരു ക്ലിയർ കട്ട് ഒരു ഫ്യൂച്ചർ ശരിക്കും തെളിഞ്ഞു വന്നിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ഈ ഫ്യൂച്ചർ ജനറേഷനോട് ഒരു നല്ലൊരു അഡ്വൈസ് എന്താണ് സാറിന് പറയാനുള്ളത് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന്? എൻ്റെ ഒരു അഡ്വൈസ് കുട്ടികൾക്ക് എന്താ പറഞ്ഞാൽ, പഠിത്തത്തിൽ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യുക. അവർക്ക് നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവരെ താല്പര്യമായിട്ടുള്ള സബ്ജക്ട്സ് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. അത് ചെയ്തിട്ട് അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് എടുക്കുക. ദാറ്റ് വിൽ ഗിവ് ദം ആൻ ആഡഡ് വാല്യൂ ടു ദെയർ കരിയർ. നമ്മൾ 40 വയസ്സിലോ 50 വയസ്സിലായിരിക്കും റിട്ടയർ ആവാനുള്ള പ്ലാൻ വെച്ചിട്ടുണ്ടാവുക പക്ഷേ അതിനുള്ളിൽ എല്ലാം സെറ്റിലായിരിക്കണം. യു ഷുഡ് ഗെറ്റ് മാരീഡ് ഓൺലി ആഫ്റ്റർ യു സെറ്റിൽ യുവർ ലൈഫ് ഇൻ കരിയർ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് അഡ്വൈസ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള സംശയങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇനിയും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. എന്തായാലും സാറിന്റെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതാം. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സാറിനെ കോൺടാക്ട് ചെയ്യാം. ഇത്രയും അധികം സമയം മധുരിക്കും പഴമകൾക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് സർ. ഇത് വളരെയധികം ഉപകാരപ്രദമായി. കാരണം ഫ്യൂച്ചർ ജനറേഷൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തായാലും എല്ലാവരുടെ പേരിലും നമ്മുടെ പ്രേക്ഷകരുടെ പേരിലും ഞങ്ങളുടെ പേരിലൊക്കെ സാറിനോട് വലിയൊരു താങ്ക് യു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. സ്ഥിരം പറയാറുള്ള പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മധുരിക്കും പഴമയ്ക്ക് എഴുതണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ് ശ്രുതി ശ്രീഹരി.